الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ഒരുപോലെ ബാധ്യതയുണ്ട് എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഈമാനിൻ്റെ ഭാഗമാണ്. നമ്മുടെ മുൻഗാമികളായ സ്വഹാബാക്കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരൊക്കെ ആ സ്നേഹത്തെ എങ്ങനെ എത്രമേൽ ആഴത്തിൽ പ്രകടിപ്പിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നിത്യാദി കാര്യങ്ങളിലേക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി തെരുവുകൾ ശബ്ദമുഖരിതമാകുന്ന സന്ദർഭത്തിനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ സാക്ഷികളാകുന്നത്. സ്വഹാബികൾ അങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നു തന്നെയാണ് എല്ലാവർക്കും ഉള്ള ഉത്തരം. അഥവാ തെരുവുകളിലൂടെ വലിയ പ്രകടനങ്ങൾ നടത്തി അങ്ങനെ ഒരു ആഘോഷ പ്രകടനം നടത്തിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ മുൻഗാമികളുടെ അടുക്കൽ നിന്നൊന്നും മാതൃകയില്ലാത്ത കാര്യമാണ് എന്ന് ഇത് ആഘോഷിക്കുന്ന, ഈ രീതിയിൽ ആഘോഷിക്കുന്ന എല്ലാ ആളുകളും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം, നബിയോടുള്ള സ്നേഹം, ആ വ്യക്തിത്വത്തെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപിലേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട്, നമ്മുടെ മുൻപിലേക്ക് അവതരിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിനാണ് റിസാലത്തിനേക്കാളും ബിഅ്സത്തിനേക്കാളും വലിയ പ്രാമുഖ്യം നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണ് മൗലിദ് എന്നുള്ള നിലക്ക് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ജനനത്തിന് വലിയ പ്രാധാന്യം നൽകുക,
ജനനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിസാലത്തിന്റെയും ബിഅസത്തിന്റെയും പ്രാധാന്യം കുറഞ്ഞു പോകും എന്നുള്ളതാണ്. കാരണം റിസാലത്തിനും ബിഅസത്തിനുമുള്ള ബിഅസത്ത് എന്ന് പറഞ്ഞാൽ നിയോഗമനം. ഈ ബിഅസത്ത്, റിസാലത്ത് എന്ന് പറഞ്ഞാൽ ദൗത്യം ദൗത്യ നിർവഹണമോ ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കലോ ഒക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദൗത്യ നിർവഹണത്തിനാണ്, ആ നിയോഗത്തിനും നിയോഗമനത്തിനുമാണ് പരിശുദ്ധ ഖുർആൻ വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അത് അല്ലാഹുവിന്റെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓതിക്കേൾപ്പിച്ച സൂറത്തു ആല ഇമ്രാനിലെ 164-ാമത്തെ ആയത്ത്, ഇതുപോലെയുള്ള ആയത്തുകൾ നമുക്ക് പരിചയമുള്ളത് വേറെ ഉണ്ടാകും. നോക്കൂ, അല്ലാഹു അവിടെ പറയുന്നത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ, അവരിലേക്ക് ഒരു റസൂലിനെ, സത്യവിശ്വാസികൾക്ക് റസൂലായിക്കൊണ്ട് ഒരു റസൂലിനെ നിയോഗിച്ച് അയച്ചതിലൂടെ, സത്യവിശ്വാസികൾക്ക് മാത്രമല്ല, പക്ഷെ സത്യവിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്നത് ഈ റിസാലത്തിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് റിസാലത്ത് ഏൽപ്പിച്ചു കൊടുത്തതിലൂടെ സത്യവിശ്വാസികളോട് അല്ലാഹു ചെയ്തിട്ടുള്ളത് വലിയ മിന്നത്താണ്. ലഖദ് മന്നല്ലാഹ്, അല്ലാഹു വലിയ അനുഗ്രഹം കാണിച്ചിരിക്കുന്നു ഈ റിസാലത്തിലൂടെ എന്നർത്ഥം. ആ റസൂൽ ആരാണ്? ഏതെങ്കിലും അവർക്ക് അന്യം നിന്നു പോകുന്ന ഒരു വ്യക്തിത്വം, അവർക്ക് മാതൃകയാക്കാൻ കഴിയില്ല എന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വമാണോ? അല്ല. പച്ചയായ മനുഷ്യനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ജനതകൾക്കിടയിൽ ജീവിച്ചു. ആ ജീവിതം ചരിത്രത്തിന്റെ തെളിമയാർന്ന ഒരു സന്ദർഭത്തിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ആ അർത്ഥത്തിൽ കൂടി പറഞ്ഞു, മിൻ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെയുള്ള, അവർക്ക് നല്ല പരിചയമുള്ള പച്ചയായ ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. അപ്പൊ ആ നിയോഗമനം, ആ റിസാലത്ത് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാകുന്നു മിന്നത്ത്, അനുഗ്രഹം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആ റസൂല് നിയോഗിക്കപ്പെടുകയും എന്നിട്ട് നമ്മളിലേക്ക് വന്നിട്ട്, മനുഷ്യരിലേക്ക് വന്നിട്ട് എന്തു ചെയ്തു എന്നുള്ളതും എന്താണ് അതിലുള്ള മാതൃക എന്നുള്ളതും ഖുർആൻ പറയുന്നിടത്ത് കാണാം. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ, അവന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ അവരെ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ കിതാബിനെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഓതി കേൾപ്പിക്കപ്പെട്ട ആ കിതാബിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ആ കിതാബിനെ എങ്ങനെയാണ് പ്രായോഗികമായി കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അവർ ഏറ്റെടുക്കേണ്ടത് എന്നുള്ള ഹിക്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രവാചകൻ അവർക്ക് ചെയ്തിട്ടുള്ളത്. അതാകുന്നു അവർക്ക് വലിയ അനുഗ്രഹം എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ലഖദ് മന്നല്ലാഹ്, അല്ലാഹുവിന്റെ മിന്നത്ത് അതാണ്. തീർച്ചയായിട്ടും അതാണ് മിന്നത്ത്. അല്ലാഹു പഠിപ്പിക്കുന്നു. കാരണം ഇത് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വളരെ വ്യക്തമായ വഴികളിൽ അവരകപ്പെട്ടിട്ട് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് കണ്ണ് കാണാത്ത നിലക്ക് അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. അവർക്കത് ഉണ്ടായിട്ടില്ലല്ലോ. അവർക്ക് ഹിദായത്തിന്റെ പ്രകാശത്തിലേക്ക് എത്താൻ സാധിച്ചത് അള്ളാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഅസത്ത് കൊടുത്തതാണ്, നിയോഗിച്ചയച്ചതാണ്, റിസാലത്ത് കൊടുത്തതാണ്. ഈ കാര്യം ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യ നിർവഹണത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്ത് നമുക്ക് വല്ലാത്ത നിഅമത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നമുക്ക് വലിയ റഹ്മത്ത് കൂടിയാണ്. മിന്നത്താണെന്ന് ബോധ്യപ്പെട്ടല്ലോ. അതോടൊപ്പം അല്ലാഹു പറയുന്നു അത് റഹ്മത്ത് കൂടിയാണ്. സൂറത്തു അൽ അംബിയായിലെ 100-ാമത്തെ ആയത്തിലുള്ള കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, എല്ലാ മനുഷ്യന്മാർക്കും, മനുഷ്യന്മാർക്ക് മാത്രമല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിന്നാസി ജമീഅൻ എന്നല്ല പറഞ്ഞത്, ലിൽ ആലമീൻ, ലോകത്ത് ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും റഹ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ റസൂൽ തന്നെ പഠിക്കുക, അങ്ങനെ റസൂൽ തന്നെ മനസ്സിലാക്കുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുന്നിടത്ത് തെരുവുകളിൽ പ്രകടനം നടത്തേണ്ട ആവശ്യം ഉണ്ടാകൂല, അങ്ങനെ ഒരു ആഘോഷത്തിന്റെ ആവശ്യം ഉണ്ടാകൂല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുക. കാരണം ഇങ്ങനെ മനസ്സിലാക്കിയവർ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ആ വിഷയത്തിൽ വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സംസാരത്തിലും ഖുതുബയിലും നമ്മൾ മനസ്സിലാക്കുന്നത് ആ റഹ്മത്ത് എത്രത്തോളം വിശാലമാണ്,
ഏത് റഹ്മത്ത്? റഹ്മത്തുൻ ലിൽ ആലമീൻ എന്ന് പറയുന്ന ലോകർക്ക് മുഴുവനും റഹ്മത്താണ്, കാരുണ്യത്തിന്റെ പ്രവാചകനാണ് റസൂലുള്ളാഹി എന്ന് പറയുന്ന ആ റഹ്മത്ത് എത്രമേൽ വിശാലമാണ് എന്നുള്ളതിന് ചില ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒന്നാമതായി, ഈ റിസാലത്തിലൂടെ സത്യവിശ്വാസികൾക്ക് സന്മാർഗം കിട്ടി. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ അനുഗ്രഹം ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. എന്താണത് രണ്ടും? നോക്കൂ നിങ്ങൾ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ പ്രകാശം സ്വീകരിക്കുന്നതിലൂടെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് നമുക്കിവിടെ കൂടിയിരിക്കാൻ പറ്റുന്നത് പോലെ ആ ദൗത്യ നിർവഹണത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ, അതിന് മനസ്സ് പാകപ്പെടുന്ന രീതിയിൽ ഈമാൻ സ്വീകരിക്കാൻ സാധിച്ചു. അവിശ്വാസികൾക്കും ഈ റിസാലത്ത് വല്ലാത്ത അനുഗ്രഹമാണ്. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, മുൻഗാമികളായ പ്രവാചകന്മാരെ നമ്മൾ പഠിക്കുന്നിടത്ത് ആ പ്രവാചകന്മാരുടെ അനുയായികളിൽ നിന്ന് അവിശ്വാസത്തിന്റെ മാർഗത്തിലൂടെ സത്യനിഷേധത്തിന്റെ പാതയിലൂടെ പോയവർക്ക് പല അർത്ഥത്തിൽ അവരെ ഒന്നടങ്കം ശിക്ഷിക്കുന്ന ശിക്ഷകളുടെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശിക്ഷ ഒരു പരീക്ഷണമായി ഒന്നടങ്കം ബാധിക്കുന്ന ശിക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഹമ്മദുർ റസൂലുള്ള ഉള്ളതുകൊണ്ട്, മുഹമ്മദുർ റസൂലുള്ളയുടെ റിസാലത്ത് കൊണ്ട് സത്യവിശ്വാസികളാണെങ്കിൽ പോലും ഇനി യൗമുൽ ഖിയാമത്ത് മുമ്പ് അവർ ഒന്നടങ്കം ശിക്ഷിക്കപ്പെടുന്ന, അവർക്ക് ഒന്നടങ്കം ശിക്ഷ ബാധിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുകയില്ല എന്നുള്ളത് ഖുർആനിന്റെ സാക്ഷ്യമാണ്. ഇത് സത്യനിഷേധികൾക്കുള്ള നിഅമത്തല്ലേ, വല്ലാത്തൊരു അനുഗ്രഹമല്ലേ, അവരുടെ കാരുണ്യമല്ലേ. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബകും വഅൻത ഫീഹിം. പ്രവാചകരെ, താങ്കൾ അവരോടൊപ്പം, അവരിൽ ഉള്ളിടത്തോളം കാലം അള്ളാഹു റസൂൽ നമ്മോടൊപ്പമുണ്ട്. ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ആ റിസാലത്ത് നമ്മോടൊപ്പമുണ്ട്. ആ റിസാലത്ത് ബാക്കിയാണ്. പ്രവാചകൻ മാത്രമാണ് വിട പറഞ്ഞു പോയിട്ടുള്ള ആ റിസാലത്ത് ബാക്കിയാണ്. യൗമുൽ ഖിയാമത്ത് മുൻപ് ഈ സമുദായത്തെ, അല്ല ഈ സമൂഹത്തെ ഒന്നടങ്കം ശിക്ഷിക്കുന്ന ഒന്നുണ്ടാവുകയില്ല. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും, അവരെ അദാബിലാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അത് സത്യനിഷേധികൾക്കും വല്ലാത്ത ഒരു റഹ്മത്താണ്. ഈ റഹ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വേറെ ഒരു കാര്യം എന്താണെന്നറിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിനു മുൻപ് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് നിയോഗിക്കപ്പെടുന്നതിന്റെ മുൻപ് എന്തായിരുന്നു അവസ്ഥ? അന്നത്തെ അവസ്ഥയ്ക്ക് പകരം റസൂലുള്ളാഹിന്റെ നിയോഗത്തോടു കൂടി പിന്നെ എന്തൊക്കെ വലിയ കാരുണ്യത്തിന്റെ അടയാളങ്ങൾ നമുക്ക് സമൂഹത്തിൽ പ്രകടമായി. ഒന്ന്, അവിടെ റസൂലുള്ളാഹിന്റെ അധ്യാപനങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ സാധിച്ചു. എന്നിട്ട് ആ സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനങ്ങളിൽ റഹ്മത്തിന്റെ എത്ര വലിയ തലങ്ങളിലേക്കാണ് പ്രവാചകന്റെ അധ്യാപനങ്ങൾ പോയിട്ടുള്ളത്. അതിലൊന്ന് നിങ്ങൾ നോക്കൂ, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു തബാറക വ തആല യർഹമു മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ് സമാ. അതുല്യമായ ഒരു അധ്യാപനമല്ലേ അത്? ലോകത്ത് ഇത്രമേൽ തുല്യത നിറഞ്ഞ ഒരു അധ്യാപനം നൽകിയിട്ടുള്ള, റഹ്മത്തിന്റെ അധ്യാപനം നൽകിയിട്ടുള്ളത് ആരാണുള്ളത്? എന്താ പഠിപ്പിച്ചത്? അർറാഹിമൂന യർഹമുഹും. റാഹിമൂൻ, റഹ്മത്ത് കാണിക്കുന്ന മനസ്സിൽ റഹ്മത്തുള്ളവരാ ആളുകൾ, അവരുടെ മനസ്സുകളിൽ നിന്ന് ലോകത്തിൽ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കും. റബ്ബിന്റെ അടുക്കൽ നിന്ന് റഹ്മത്ത് അവർക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു റസൂല് പഠിപ്പിക്കുകയുണ്ടായി, യർഹമു മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിൽ ആരൊക്കെയുണ്ടോ അവരോടൊക്കെ നിങ്ങൾക്ക് റബ്ബ് നൽകിയിട്ടുള്ള ആ റഹ്മത്തിൽ നിന്ന് പ്രസരണമുണ്ടാകണം. നിങ്ങൾ റഹ്മത്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും. എത്ര അതുല്യമായ ഒരു അധ്യാപനമാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന് പറയാവുന്ന. കാരുണ്യത്തിന്റെ അധ്യാപനങ്ങൾ ലോകത്തിന് മുഴുവനും പകർന്നു കൊടുത്തിട്ടുള്ള ഒരു പ്രവാചകൻ. അത് ലോകത്തിന് മുഴുവനുമാണ്. മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, വിശ്വാസികൾക്ക് മാത്രമൊന്നുമല്ല, ലോകത്തിലെ എല്ലാ അചേതന വസ്തുക്കളിലേക്ക് പോലും നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യത്തിന്റെ അടയാളങ്ങളാണ് പ്രവാചകനിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. സ്വർഗാവകാശികളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് അധ്യാപനങ്ങളുടെ കൂട്ടത്തിൽ 3 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. വഅഹ്ലുൽ ജന്നതി സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ സ്വർഗത്തിന്റെ ആളുകളാണെന്ന് റസൂലുള്ളാഹി പറയുകയും എന്നിട്ട് ആ 3 കൂട്ടരെ വിശദീകരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരുണ്യത്തിന്റെ അധ്യാപനങ്ങൾ കാണാൻ സാധിക്കും. എങ്ങനെയൊക്കെയെന്നറിയോ? ഒന്ന്, നീതി കാണിക്കുന്ന ഒരു ഭരണാധികാരിയാണെങ്കിൽ അവൻ സ്വർഗാവകാശിയാണ്.
അവൻ ജനങ്ങൾക്ക് അവന് റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ തൗഫീഖ് അനുസരിച്ചുകൊണ്ട് ദാനം ചെയ്തുകൊണ്ടിരിക്കും, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരമുള്ള ആളായിരിക്കും. അവൻ സ്വർഗാവകാശിയാണ്. വറജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബ്, അതേപോലെ തന്നെ റഖീഖുൽ ഖൽബ്, ഖൽബിൽ നിന്ന് രക്തത്തുള്ള, എന്താ പറയാ, രക്തത്ത് എന്ന് പറഞ്ഞാൽ ഈ നിർമ്മലമായ ഖൽബിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരു മനുഷ്യൻ. പ്രവാചകന്റെ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനുഷ്യന് രക്തത്തോടുകൂടി മറ്റുള്ളവരെ നോക്കിക്കാണാനും നിർമ്മല ഹൃദയത്തോടുകൂടി പ്രവർത്തിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അവനും കിട്ടാനിരിക്കുന്നത് സ്വർഗമാണെന്ന് പറയുമ്പോൾ കാരുണ്യത്തിന്റെ അധ്യാപനം അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൻ ലിൽ ആലമീൻ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ജീവിത വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചാരിത്ര ശുദ്ധിയും ജീവിത വിശുദ്ധിയും പാലിക്കുകയാണെങ്കിൽ അവനും സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞതും ആ ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അങ്ങനെയും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്നുള്ള ആ റിസാലത്തിന്റെ റഹ്മത്ത് എത്രമേൽ ആഴവും പരപ്പുമുള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. അത്ര വലുതാണ് അത് സ്വർഗാവകാശത്തെ കുറിച്ച് പറഞ്ഞത്. ഇനി സ്വന്തം സമുദായത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. സ്വന്തം ഉമ്മത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ അവസരം, റസൂലുള്ളാഹിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിക്കൊണ്ട് അവസരം കൊടുത്തൊരു അവസരം ഉണ്ടായപ്പോ ആ അവസരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രാർത്ഥിക്കാതെ എല്ലാവർക്കും വേണ്ടി യൗമുൽ ഖിയാമയിലേക്ക് നീക്കിവെച്ചത് ഹദീസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വലിയ അധ്യാപനമാണ്. അതും പ്രവാചകൻ എല്ലാവരോടും കരുണ കാണിച്ചിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്നതിന്റെ വലിയ നിദർശനമാണ്. എന്നിട്ട് ആർക്കാ കിട്ടുക എന്നുള്ളതൊക്കെ പറഞ്ഞ അധ്യാപനങ്ങളൊക്കെ നമ്മൾ അവിടെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പോയിന്റ് ഇതാണ്, പ്രവാചകന് കിട്ടിയിട്ടുള്ള കാരുണ്യം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ അടുക്കൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് റബ്ബിൽ മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ട ഒരു വലിയ കാരുണ്യത്തിന്റെ പിന്നെ അനുഗ്രഹം അത് കൊടുക്കണമെങ്കിൽ നബിയെ നിങ്ങൾ ചോദിച്ചോളൂ. റസൂൽ അന്ന് ചോദിച്ചില്ല, മറിച്ച് എന്റെ പ്രാർത്ഥനയുടെ അവസരം ഞാൻ എന്റെ പ്രാർത്ഥനയുടെ അവസരത്തെ ഞാൻ അതെന്ത് ചെയ്തു, ഒളിപ്പിച്ചു വെച്ചു, മറച്ചു വെച്ചു. ആർക്ക് വേണ്ടി? എന്റെ ഉമ്മത്തിന് വേണ്ടി. അത് യൗമുൽ ഖിയാമയിൽ ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങിക്കൊടുക്കും എന്നുകൂടി പറയുന്നുണ്ട്. ആർക്ക് കിട്ടും എന്നുള്ളതൊക്കെ ഹദീസിൽ പറയുന്നുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെയും പഠിപ്പിച്ചു. അതും കാരുണ്യത്തിന്റെ വലിയ ഒരു ആഴവും പരപ്പും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് അന്ന് തന്നെ പ്രാർത്ഥിച്ചു വാങ്ങിക്കൊടുക്കാതെ എല്ലാവർക്കും അത് കിട്ടണം എന്നുള്ള നിലക്ക് പ്രവാചകൻ അത് മാറ്റിവെച്ചു എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇതേപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയുടെ, ആർദ്രതയുടെ, മനസ്സലിവിന്റെ അടയാളങ്ങൾ നമ്മൾ കരുതുമ്പോൾ അടിമകളോട് എങ്ങനെയായിരുന്നു, സേവകരോട് എങ്ങനെയായിരുന്നു ഒക്കെ പഠിക്കുന്നിടത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ അധ്യാപനം മാത്രം പോരെ. അദ്ദേഹം പറയുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ 10 കൊല്ലക്കാലം എന്റെ പ്രിയപ്പെട്ട പ്രവാചകനോടൊപ്പം ഖിദ്മത്ത് ചെയ്ത് കൂടെയുണ്ടായിരുന്നു. എന്നിട്ട് റസൂലുള്ള ഞാൻ ചെയ്യാതെ പോയ, റസൂലുള്ളാഹിക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതായ ഒരു കാര്യം ചെയ്യാതെ പോയിട്ട് എന്തേ അനസേ താങ്കൾ അത് ചെയ്തിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല. സേവകരോട് എങ്ങനെ എന്നുള്ളത്, ഞാൻ ചെയ്തിട്ട് അധികമായി പോയിക്കിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് എന്തേ അങ്ങനെ ചെയ്തു എന്ന് എന്നെ ആക്ഷേപിച്ച് ഒന്നും തന്നെ റസൂലുള്ള സംസാരിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യം എങ്ങനെമേൽ എത്രമേൽ ആഴത്തിൽ വമിഞ്ഞൊഴുകി എന്ന് വീണ്ടും വീണ്ടും നമ്മൾ വായിക്കുകയാണ്. അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ കാര്യത്തിൽ എത്രമേൽ വലിയ അധ്യാപനങ്ങൾ നൽകിയിട്ടുള്ളത്. ഒരിക്കൽ പറയുകയുണ്ടായി, ഇസ്തൗസൗ ബിന്നിസാഇ ഖൈറ. ഇത് ഇടക്കിടക്ക് പറയുന്നത് പല ഹദീസിന്റെയും കൂടെ ചേരുവയായിട്ട് കാണുന്ന ഒരു പ്രയോഗമാണത്. ഇസ്തൗസൗ ബിന്നിസാഇ ഖൈറ, നിങ്ങളോട് ഇതാ സ്ത്രീകളോട് നന്മയിൽ വർത്തിക്കണം എന്ന് നിങ്ങൾക്കിതാ ഉപദേശം നൽകുകയാണ്. നിങ്ങൾ ആ ഉപദേശത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുക്കണം. ഇസ്തൗസൗ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പകർന്നു കൊടുക്കണം. സ്ത്രീകളോട് നന്മയിൽ വർത്തിക്കണം, സ്ത്രീകളോട് നന്മയിൽ വർത്തിക്കണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ അധ്യാപനം. കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന് നബിയെ പഠിക്കുമ്പോൾ അവിടെയും നമ്മളത് കാണുകയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, റിസാലത്തിന് തന്നെയാണ് പ്രാധാന്യമുള്ളത്, ബിഅസത്തിന് തന്നെയാണ് വലിയ പ്രാധാന്യവും മഹത്വവും ഉള്ളത് എന്ന് നമ്മൾ അവിടെയും മനസ്സിലാക്കുന്നു. ഇനി ഇതേപോലെ സ്ത്രീകളുടെ കാര്യത്തിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറയുകയുണ്ടായി, അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. അനസ് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, മദീനയിൽ അടിമ സ്ത്രീകളായ ആളുകളിൽ നിന്ന് ആരെങ്കിലും എന്നിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്ന് വല്ല സഹായവും കിട്ടണം എന്ന് പ്രതീക്ഷിച്ചാൽ, ഹദീസിന്റെ അറബി മൂലമൊക്കെ കേൾക്കുമ്പോൾ കുറെ കൂടി വിശദീകരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അതിനെ ചുരുക്കി പറയുകയാണ്. ഏതെങ്കിലും ഒരു അടിമ സ്ത്രീക്ക് മദീനയിൽ മുഹമ്മദിന്റെ കയ്യിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്ന് വല്ല ആശ്രിതത്വവും വേണം, വല്ല സഹായവും വേണം എന്ന് ആവശ്യപ്പെട്ടാൽ, അതെനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ആവശ്യം നിവർത്തിച്ച് കിട്ടുന്നത് വരെയും കൊടുക്കുന്നത് വരെയും ഞാൻ അവരോടൊപ്പം ഉണ്ടാകുന്നു. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് എങ്ങനെ വർത്തിച്ചു എന്നുള്ളത് നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്റ ഇബ്നു യാബിസ് എന്നറിയപ്പെടുന്ന ഒരു സ്വഹാബി സദസ്സിലുള്ള സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് ചുംബിച്ചപ്പോൾ പറയുകയുണ്ടായി, എനിക്ക് 10 കുട്ടികളുണ്ട് നബിയെ, പക്ഷെ ഇന്നേ വരെ ഒരുത്തനും ചുംബിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ ശീലവും പ്രവാചകന്റെ അധ്യാപനവും ഇങ്ങനെ ചുംബിച്ചും ലാളിച്ചും താലോലിച്ചും വളർത്തുക എന്നുള്ളതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അഖ്റഇനെ പോലെയുള്ള സ്വഹാബിമാരോട്, നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് അള്ളാഹു കാരുണ്യം ഇല്ലാതെയാക്കിയതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മഹാനായ പ്രവാചകന്റെ റിസാലത്ത്, ആ റിസാലത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്നത് എത്രമേൽ ആഴവും പരപ്പുമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, മിണ്ടാപ്രാണികളോട് പോലും പ്രവാചകന്റെ റിസാലത്തിന്റെ റഹ്മത്തിന്റെ ആഴം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഹദീസുകളിലൂടെ. ഒരിക്കൽ ഒരു അൻസാരിയായ, മദീനയിലുള്ള ഒരു അൻസാരിയായ സ്വഹാബിയുടെ ഒട്ടകം ഒരു തോട്ടത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ ഇങ്ങനെ നബിയെ കണ്ടപ്പോൾ കരയുന്നത് പോലെ റസൂലുള്ളാഹിക്ക് തോന്നി. അതിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തെ ചെന്ന് ഇങ്ങനെ തടവുകയാണ്. തടവിയിട്ട് ചോദിക്കുന്നു എല്ലാവരോടുമായിക്കൊണ്ട്, അവിടെ കൂടിയവരോട്, അവിടെ പ്രവാചകനെ കണ്ടവരോട് ചോദിക്കുന്നു, ഇത് ആരുടേതാണ് ഒട്ടകം എന്ന് ചോദിക്കുമ്പോൾ ആ അൻസാരി റളിയല്ലാഹു അൻഹു എന്റേതാണ് നബിയെ എന്ന് പറയുമ്പോൾ, അവിടെ ആ ഒട്ടകത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സൂക്ഷിച്ചോ, നീ ഇതിനെ പട്ടിണിക്കിടുന്നുണ്ട് എന്നാണ് തോന്നുന്നത് എന്ന് പറയുകയും ആ മനുഷ്യനെ തിരുത്തുകയും മിണ്ടാ പ്രാണികളോട് ഇങ്ങനെ ദ്രോഹം കാണിക്കരുത് എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ കാരുണ്യം അത് എത്രമേൽ ആഴവും പരപ്പുമുള്ളതാണ് എന്ന് നമ്മൾക്ക് വീണ്ടും വീണ്ടും കാണാവുന്ന ഒരുപാട് തെളിവുകൾ. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപാകെ എന്നല്ല, അറിവിന്റെ മുൻപാകെ തെറ്റ് ചെയ്തവരോട് എങ്ങനെ പെരുമാറി? തെറ്റ് ചെയ്തവരോട് നമുക്കറിയാവുന്ന സംഭവം ഉണ്ടല്ലോ, പള്ളിയിൽ മൂത്രമൊഴിച്ചൊരു സംഭവം ഉണ്ടല്ലോ. പള്ളിയിൽ മൂത്രമൊഴിച്ച സ്വഹാബി ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പള്ളിയിൽ അയാൾ വന്നു, സ്വഹാബി അല്ലട്ടോ, ആ മനുഷ്യൻ വന്നു, പള്ളിയിൽ മൂത്രമൊഴിച്ചു. അയാൾക്ക് അറിയില്ലായിരുന്നു മൂത്രമൊഴിക്കാനുള്ള സ്ഥലമാണോ അതല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സ്ഥലമാണോ. കാരണം പള്ളിയിൽ ആളിക്കൊണ്ടും മണൽപ്പരപ്പ് കൊണ്ടും അദ്ദേഹത്തിന് അങ്ങനെ തോന്നി. അദ്ദേഹം അവിടെ അത് ചെയ്തപ്പോ സ്വഹാബികൾക്ക് സ്വാഭാവികമായിക്കൊണ്ടും ഈ വിഷയത്തിൽ വല്ലാത്ത ഈർഷ്യ ഉണ്ടായല്ലോ, പ്രയാസം ഉണ്ടായല്ലോ, കൈകാര്യം ചെയ്യാൻ വേണ്ടി തുനിഞ്ഞല്ലോ. അറിയുന്നൊരു കാര്യമാണല്ലോ, കൈകാര്യം ചെയ്യാൻ വേണ്ടി തുനിഞ്ഞു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇടപെട്ടു. എന്തിന് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നു എന്ന് ചോദിക്കുക മാത്രമല്ല, അതിന് കൈകാര്യം ചെയ്യാൻ ഒരുങ്ങിയവരോട് വിട്ടുനിൽക്കാൻ വേണ്ടി പറയുകയും അവരോടൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ട് ഇയാൾ മൂത്രമൊഴിച്ചിടത്ത് മൂത്രമൊഴിച്ച ആളല്ല, ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങിയോട് പറയുന്നു, നിങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് ആ മൂത്രമൊഴിച്ചോടത്ത് അങ്ങോട്ട് വൃത്തിയാക്കിയേക്കുന്നു. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്തവരോട് തെറ്റ് തിരുത്താൻ എത്ര വലിയ അവസരം കൊടുത്തുകൊണ്ട് കരുണാർദ്രമായിട്ട് ഇടപെട്ടു എന്നുള്ളതും പ്രവാചകന്റെ റിസാലത്തിലൂടെ മനസ്സിലാക്കുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹിയെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ കാണുന്നത് വല്ലാത്ത അത്ഭുതങ്ങളാണ്. ലോകത്ത് ഒരു ഗുരുവര്യനും കൊടുക്കാൻ കഴിയാത്ത വലിയ അധ്യാപനങ്ങൾ. പക്ഷേ ഇന്ന് നമ്മളൊരു മനുഷ്യനെങ്ങനെ ഓർക്കേണ്ടി വരികയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ജന്മദിനത്തിന്റെ പേരിലാണ് വലിയ മഹത്തുക്കളെയൊക്കെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സമാധിയുടെ പേരിൽ കുട്ടികളോട് ഇന്ന് എന്താണ് അവധി എന്ന് ചോദിക്കുമ്പോൾ ആ അവധിയുടെ പേരിൽ മാത്രമാണ് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നുള്ളത് പോലും കുട്ടികൾ അറിയുന്നത്. പല ആളുകളുടെയും കഥയിൽ അങ്ങനെയാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും സമാധിയുടെ പേരിലോ അതല്ലെങ്കിൽ ജന്മദിനത്തിന്റെ പേരിലോ മാത്രം അറിയപ്പെട്ട ഒരാളാണോ, അറിയപ്പെടേണ്ട ഒരാളാണോ? അല്ലല്ലോ. മറിച്ച് ഇങ്ങനെ പ്രവാചകനെ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരിക്കലും ഭാവപ്രകടനങ്ങളിലൂടെ
അതല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത രീതിശാസ്ത്രം അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രകടനത്തെ, സ്നേഹപ്രകടനത്തെ കാഴ്ചവെക്കേണ്ടി വരില്ല. പ്രവാചകന്റെ സുന്നത്തിന് അനുധാവനം ചെയ്തുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കാൻ സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വീണ്ടും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ഇതിന്റെയൊക്കെ എങ്ങനെയാണ് കടന്നു വന്നതിന്റെ ചരിത്രമൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ടതും, കാരണം ഇത് തരക്കേടില്ല അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളിടത്തേക്ക് മൊത്തം സമൂഹം വഴിമാറി പോകും മുമ്പ് നമ്മൾക്ക് കഴിയുന്നത്രയും ഈ വിഷയത്തിൽ ഒരു പ്രതിരോധം, ഇസ്ലാമിന്റെ സുന്നത്തിന്റെ പേരിൽ, പ്രവാചകന്റെ അധ്യാപനത്തിന്റെ പേരിൽ പ്രതിരോധം നമുക്ക് അനിവാര്യമാണ്, ബാധ്യതയാണ് എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. നാഥൻ തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ അവിടെ റിസാലത്തിനും ബിഅസത്തിനുമാണ്, നിയോഗമനത്തിനും ദൗത്യമേൽപ്പിച്ചു കൊടുത്തതിനുമൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മൗലിദിനെ കുറിച്ച്, അഥവാ ജന്മസ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജന്മദിനത്തെക്കുറിച്ച്, അത് ആഘോഷിക്കേണ്ടതിനെ കുറിച്ച് അതും കൂടി പറയണം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വ്യക്തമായി പരിശുദ്ധ ഖുർആൻ എവിടെയും വന്നിട്ടില്ല. ദുർബലമായ ഒരു ഹദീസിൽ പോലും അങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിക്കണം, നിങ്ങൾ എന്റെ ജന്മദിനത്തിന്റെ പേരിൽ ആഘോഷം സംഘടിപ്പിക്കണം എന്നൊരു അധ്യാപനമില്ല. മറിച്ച് ഇതൊക്കെയാണ് കാണാൻ സാധിക്കുക. ഇതൊക്കെയാണ് ദീനിന്റെ വെടിപ്പും വൃത്തി എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ മറ്റു പല സമൂഹങ്ങളിലേക്കും അനുകരണത്തിന്റെ ഭ്രാന്ത് പിടിച്ചിട്ട് പലതിലും എന്നത് ഇതിലും അങ്ങോട്ട് പോവുകയും എല്ലാം നോർമലൈസ് ചെയ്തുകൊണ്ട് നമ്മളും ഇതിന്റെ കുഴപ്പമൊന്നുമില്ല, അവിടെയും പോയിട്ട് തിന്നാം ഒക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്തേക്ക് എത്തുകയാണ് എങ്കിൽ അത് വലിയ അപകടമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ജാഗ്രത ഇത്തരം ഖുതുബകളിലൂടെ ഉൾക്കൊള്ളുകയും പകർന്നു കൊടുക്കുകയും ചെയ്യാൻ നമ്മൾക്ക് അറിവുണ്ടാകണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോ ഈ ഓണാഘോഷത്തിന്റെയൊക്കെ ഒരു സന്ദർഭത്തിലാണുള്ളത്. ഓണം കേരളീയന്റെ ഒരു ദേശീയ ഉത്സവമായിക്കൊണ്ടൊക്കെ പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നു. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു കേരളീയന്റെ ദേശീയ ഉത്സവം എന്നുള്ള നിലക്ക് അതിനെ അംഗീകരിക്കുന്നു. അങ്ങനെ തെറ്റൊന്നുമല്ല, അതങ്ങനെ പറയുന്നു, കാരണം നമ്മൾ കേരളീയരാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ പല ഐതിഹ്യങ്ങളുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പറയുന്നത് ആരെങ്കിലും ഒരു ഓണസദ്യക്ക് വിളിച്ചാൽ തിന്നാൻ പാടില്ല, അങ്ങനെ പോകാൻ പാടില്ല, ക്ഷണിച്ചാൽ അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളതൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ടതില്ല. അങ്ങനെ വിചാരിച്ചാൽ നമ്മൾക്ക് ഈ സമൂഹത്തിലോട്ട് ജീവിക്കാനും കഴിയില്ല. കാരണം ഇപ്പോ സ്കൂളുകളിലായ ഒരു സ്കൂൾ അധ്യാപകൻ എന്നുള്ള നിലക്ക് ഈ വിഷയത്തിൽ എനിക്ക് ചില പരിമിതികളുണ്ടാവും, സ്വാഭാവികമാണ്. അല്ല എങ്കിൽ ഇതൊക്കെ വിട്ടിട്ട് പിന്നെ എവിടേക്കിലേക്ക് ഹിജ്റ പോകേണ്ടി വരും. അതൊന്നും കഴിയില്ലല്ലോ, അതൊന്നല്ലല്ലോ ഇവിടുത്തെ. അപ്പൊ ക്ഷണിച്ചാൽ അത്തരം ക്ഷണം സ്വീകരിക്കുന്ന വിഷയത്തിലല്ല പറയുന്നത്. മറിച്ച് ഇതിന്റെ പിന്നിൽ ഒരു മതത്തിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ മതത്തിൻ്റെതായിക്കൊണ്ടുള്ള ഒരു ഐതിഹ്യമുണ്ട് എന്നുള്ളതൊരു ശരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആഘോഷിക്കുക, അങ്ങനെ സദ്യക്ക് പോകുക എന്നുള്ളത് ഓക്കെ. സദ്യക്ക് പോകുക എന്ന് പറയുന്നത് ഇപ്പോ പിന്നെ ഇതര മതസ്ഥരുടെ, നമ്മുടെ സഹോദര മതസ്ഥരുടെ ഏതെങ്കിലും ഒരു ആഘോഷങ്ങളിലേക്ക്, അല്ല ഒരു കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെയും പൂജ ഉണ്ടാവാറുണ്ട്. ആ പൂജ ഉണ്ട് എന്നുള്ള നമ്മൾ ആരും കല്യാണത്തിന് പോകാതെ ഇരിക്കാറില്ലല്ലോ. പോകാറുണ്ട്, പങ്കെടുക്കാറുണ്ട്, കഴിച്ചു പോരാറുണ്ട്. അവിടെ വിവാഹത്തിന്റെ ചടങ്ങ് മുഴുവൻ അങ്ങനെ നടക്കാറുള്ളത്. ഇതുപോലെയൊക്കെ തന്നെ നോർമലൈസ് ചെയ്യല്ല. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഇത് നമ്മുടെ തന്നെ ആഘോഷമാക്കി മാറ്റുക, അവനവന്റെ വീടുകളിൽ ആഘോഷിക്കുക. ഇതിന്റെ പേരിൽ ഇപ്പോ പലപ്പോഴും ഇന്ന് കേട്ടിട്ടുള്ള സംസാരം എന്നറിയുക, സ്കൂളിലേക്ക് ഓണാഘോഷത്തിന് എന്തേ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഇതിന്റെ ആഘോഷത്തിന്റെ ഒക്കെ അവസ്ഥ വഴിമാറിപ്പോകും എത്രമേൽ ഗൗരവപ്പെട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കേട്ട ഒരു വാർത്തയിലുള്ളത് ഒരു സ്കൂളിലേക്ക്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പിന്നെ ഈ ഹെലികോപ്റ്റർ ഇറക്കിയിട്ടാണ് അത്ര ആഘോഷം. നിങ്ങൾ കേട്ടോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാർത്ത, ഹെലികോപ്റ്റർ ഇറക്കിയിട്ട് വലിയ ആഘോഷമാണ്. ഒരു കുട്ടിയോട് ഈ സംസാരിച്ചപ്പോ പോകുന്നില്ല, ഒരു ജീപ്പ് പോലും അനുവദിക്കണില്ല. ഒരു ആഘോഷത്തിന് ജീപ്പ് പോലും സ്കൂൾ അനുവദിക്കണില്ല എന്ന് പറഞ്ഞാൽ തെരുവിൽ ഒരു ആഭാസ പ്രകടനങ്ങളുമായി കൊണ്ട് ആഘോഷങ്ങളെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് പോരുന്നു. അതിന്റെ ഒരു അധർമ്മം അത്. അതോടൊപ്പം ഇത് മതപരമായി ഐതിഹ്യം നിലനിൽക്കുന്ന ഒരു അനുഷ്ഠാനമാണ്, ഒരു ആചാരമാണ്, ഒരു ആഘോഷമാണ് എന്നുള്ള നിലക്ക് അതുപോലും ചിന്തിക്കാതെ നമ്മുടെയൊക്കെ തന്നെ വീടുകളിൽ അത് ആഘോഷിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ളത്, വ്യതിചലിച്ചു പോകുന്നു എന്നുള്ളതും അപകടമാണ്.
അതിന്റെ രണ്ടിന്റെയും ഇടയിൽ നമുക്ക് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എത്രമേൽ ഈ വിഷയത്തിൽ അരുതായ്മകളുണ്ട്, അരുതുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രമേൽ ഇടപെടാൻ പറ്റും, എത്രമേൽ മാറി നിൽക്കേണ്ടതുണ്ട്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കഴിയാവുന്നിടത്തോളം സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഒരിക്കലും വാക്ക് തെറ്റിദ്ധരിക്കരുത്. ആരെങ്കിലും ഒരു സദ്യക്ക് വിളിച്ചാൽ അതിന്റെ ക്ഷണം സ്വീകരിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത്. മറിച്ച് നമ്മൾ തന്നെയും അതിന്റെ ആഘോഷത്തിന്റെ ആളുകളാവുക എന്നുള്ളത് ഉണ്ടാകരുത് എന്ന ഒരു പോയിന്റ് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആ വിഷയ തെളിവ് കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു ഇമാം മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഒരു ഫത്വ ചോദിക്കുന്നുണ്ട്. ഈ ഇതര മതസ്ഥരുടെ, അദ്ദേഹം ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചില ഫത്വകൾ നൽകാറുണ്ടല്ലോ. അപ്പൊ ഇതര മതസ്ഥരുടെ, നമ്മളുടെ സാഹചര്യം എന്ന് പറയുന്ന ന്യൂനപക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ആ ഫത്വക്ക് വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തില് ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ അവിടെ കൊടുക്കുന്ന ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് പറഞ്ഞിട്ട് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ ഈ അവര് അറുത്തത് കഴിക്കുന്നതിന് പകരം അങ്ങനെ ഒന്നും കഴിക്കാതിരിക്കാനും, അതിന്റെ ആശയമായിട്ട് ഞാൻ പറയണ്ട, ആ ഹദീസ് അങ്ങനെ തന്നെ ഉദ്ധരിക്കല്ല. ആ ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്: അറുത്തത് കഴിക്കുക എന്നുള്ള മാംസാഹാരം ഒഴിവാക്കുകയും അവർ തയ്യാറാക്കുന്ന പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ പോലെയുള്ളത് കഴിക്കുകയും ചെയ്യുന്നതിന് ഉള്ള ഒരു ഹദീസിന്റെ സനദിൽ ദുർബലതയുണ്ട്. ഉള്ളതുപോലെ പറയണം, ദുർബലതയുണ്ട്. പക്ഷേ ആ ദുർബലതയുണ്ടെങ്കിൽ കൂടി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസിനെ തെളിവായി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഫത്വ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആവാം എന്നുള്ള ഫത്വ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു മിമ്പറിൽ ഈ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്നിടത്ത് ആ വിഷയത്തെ മനസ്സിലാക്കാൻ ഒരു അനിവാര്യതയാണ് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പറഞ്ഞതുപോലെ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കണം. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു വായന ഉണ്ടാകരുത് എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നാഥൻ നമുക്ക് കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കാനുള്ള ഈമാനിക അവബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഴ്ചകൾ വരാതിരിക്കാൻ ജാഗ്രത കാണിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين.